UDF-ൽ നിന്ന് കൂറുമാറി LDF-ന്റെ പിന്തുണയോടുകൂടി അഗളി പഞ്ചായത്ത് പ്രസിഡന്റായ മഞ്ജു ഒടുവിൽ രാജിവെച്ചു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ആലോചിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു രാജി വന്നത്. താൻ എന്നും കോൺഗ്രസ് പ്രവർത്തകയായിരിക്കുമെന്നും ഈ വിഷയത്തിൽ ഇന്ന് മഞ്ജു പറഞ്ഞു. വലിയ രാഷ്ട്രീയ നാടകമാണ് നമ്മൾ അഗളിയിലും കണ്ടത്. ആ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച മഞ്ജു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് CPM-ന്റെ പിന്തുണയോടെ കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു. അവർ കോൺഗ്രസിൽ നിന്ന് മാറുന്നു. അത്തരത്തിലുള്ളൊരു സമീപനം നമ്മൾ അഗളിയിൽ കണ്ടു. പക്ഷേ അത് വലിയ രാഷ്ട്രീയ വിവാദമായി മഞ്ജുവിനെതിരെ നടപടിയെടുക്കുന്നതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നേതാക്കളുടെ പ്രതികരണം വന്നു. ഇന്ന് രാവിലെ DCC പ്രസിഡന്റ് തങ്കപ്പൻ പക്ഷേ ഈ വിഷയത്തിലൊരു മൃദു സമീപനമാണ് സ്വീകരിച്ചത്. ഒരു പക്ഷേ അവർ അറിവില്ലാതെ ചെയ്തതായിരിക്കാം. അറിവില്ലാതെ ചെയ്തതാണെങ്കിൽ ഞങ്ങളത് പൊറുക്കുന്നു, അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും പോകില്ലെന്നാണ് പറഞ്ഞത്. ഈ DCC പ്രസിഡന്റ് തങ്കപ്പന്റെ ഈ പ്രസ്താവന നടന്നതും വളരെ നാടകീയമായി അവർ രാജിവെക്കുകയും തിരികെ കോൺഗ്രസിലേക്ക് വരികയും ചെയ്തു. നമ്മൾക്കറിയാം, ആ കുട്ടിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ആളുകൾക്കൊന്നും. എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അബദ്ധത്തിലാണെങ്കിൽ അങ്ങനെ ആവട്ടെ, അല്ലാതിരുന്ന അവധിലാകുന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും മനപ്പുറം പോകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDF എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ എനിക്ക് അവർ പിന്തുണ നൽകുകയാണോ ചെയ്തത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ആ പിന്തുണ സ്വീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു. ഏതായാലും ഈ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകയായിരിക്കുമെന്നൊക്കെ മഞ്ജു പറയുമ്പോഴും ഒരുപക്ഷെ മഞ്ജുവിന് ഈ കൂറുമാറ്റത്തെക്കുറിച്ചോ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ വരാനിരിക്കുന്ന അയോഗ്യതയെക്കുറിച്ചോ ഒന്നും തന്നെ കൃത്യമായ ധാരണ ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല. അവർ ഏതായാലും കോൺഗ്രസ് ഈ നിയമ നടപടിക്ക് ഒരുങ്ങിയപ്പോൾ ഒരുപക്ഷെ മഞ്ജു സ്വയം തന്നെ ഒരു കീഴടങ്ങുന്ന രീതിയിൽ തന്നെ ഇത്തരത്തിൽ തൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതാകാമെന്നാണ് കണക്കാക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. ഇതിനെ തുടർന്ന് അഗളിയിൽ വലിയൊരു ആഹ്ലാദ പ്രകടനം ഉണ്ടായി. ഈ ആഹ്ലാദ പ്രകടനത്തിൽ നമ്മൾ കേട്ട് പഴകിയ ഒരു കൊലവിളി മുദ്രാവാക്യം ഉണ്ടായി. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നുള്ള രീതിയിൽ ഒരു കൊലവിളി പ്രസ്താവനയും ഈ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ CPM-ന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.